ഇന്ന് ഞാനും സുന്ദരനും കൂടെ നമ്മുടെ ഈ വലിയ ഫിഷ് ടാങ്കില് ഒത്തിരി മീനുകളെ പിടിച്ചിടാൻ പോവാണ്. ഇത് കണ്ടോ, എനിക്കൊരു വലിയ മീൻ കിട്ടി. ഇവിടെ സുന്ദര, നിന്നേക്കാൾ വലിയ മീൻ നീ പിടിച്ചോ? കണ്ടോ, ഇവ മാത്രല്ല ഇവന്റെ പോലത്തെ കുറെ മീനുകൾ എന്റെ ഫിഷ് ടാങ്കിലുണ്ട്. കാണോ? ഊയുടെ സുന്ദര, ഇതൊക്കെ ഏതാണ് മീൻ? അതാണ് ഞാൻ പറഞ്ഞ ടോക്സി, എന്റെ ഒത്തിരി മീനുകളുണ്ട്. എന്റെ പിന്നാലെ വന്ന കാഞ്ചറ കണ്ടോ, ഇതാണ് എന്റെ ഫിഷ് ടാങ്ക്. സുന്ദരന്റെ കുറെ മീനുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒത്തിരി മീനുകളുണ്ടെന്നുള്ളത്. ഈ മരൊക്കെ ടോക്സി എനിക്ക് ഒത്തിരി പൈസ തരും. അപ്പൊ ഈ പൈസ ഒക്കെ വെച്ച് ഞാൻ പുതിയൊരു റോഡ് മേടിച്ചു. കണ്ടോ? ഇതെന്ത് റോഡാണ്? എന്താ ടോക്സി, ഇത് അടിപൊളി റോഡാണ്. നീ റോഡൊക്കെ മേടിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ റോഡിന്റെ വിലയൊക്കെ. സുന്ദരന്റെ മൊത്തം 10 കൂടുതൽ മീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മളെ കുറെ നമുക്ക് വലിയ മീനുകളെ പിടിച്ച് നിറയ്ക്കണുണ്ട ഗൈസ്. എന്താണ് സുന്ദര, നമുക്ക് ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയല്ലോ. പോവാ സുന്ദര. എന്നാ പാട്ടോക്സി. അപ്പൊ ഇവിടെ നിന്നാണ് ഗൈസ് നമുക്ക് ഒത്തിരി മീനുകൾ പിടിക്കേണ്ടത്. അത് നോക്കി, വെള്ളത്തിലിറങ്ങി ഒരു പെണ്ണ് മീൻ പിടിക്കണേ. ഊനോ ടോക്സി, അവിടെ നമ്മളെടുത്തിയാണ് വരുന്നത്. നീ പറഞ്ഞ അവള് കേട്ടിണ്ടാവും സുന്ദര, നിന്നെ അടിക്കാൻ നിക്കാന്നാണ് തോന്നുന്നത്. ഭാഗ്യം ടോക്സി അവള് കേട്ടില്ല എന്നാണ് തോന്നുന്നത്. അവള് പോയി. ഞാൻ എന്തായാലും മീൻ പിടിക്കാൻ പോവാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും മീൻ പിടിച്ചേക്കാം. ഗൈസ്, നമ്മുടെ ഇരിക്കണ റോഡ് കണ്ടോ? നമ്മുടെ ഇരിക്കണത് വെറും മരത്തിന്റെ റോഡാണ്. അതാണ് ടോക്സി ഞാൻ പറഞ്ഞേ, എന്റെ റോഡ് അടിപൊളി റോഡാണ്. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും മീനെ പിടിച്ചു നോക്കാം. നമുക്ക് ഏതെങ്കിലും നല്ല മീനെ കിട്ടിയാൽ മതി ഗൈസ്. ഏത് കിട്ടും? ഗൈസ്, നമുക്കൊരു കോമൺ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അങ്ങനെ നമുക്ക് $28 വെച്ച് തരുന്ന ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഇത് എന്ത് മീനാണ് ഗൈസ്? ഇത് നമ്മുടെ കറി വെക്കണ മീനല്ലേ? അതെ ഗൈസ്, അങ്ങനത്തെ ഒരു മീനാണ്. അപ്പൊ എന്തായാലും ഒന്നുകൂടി മീൻ പിടിക്കാൻ നോക്കട്ടെ. ഇപ്പൊ നമുക്ക് ഏത് മീൻ കിട്ടും നോക്കാം. ഗൈസ്, ഇപ്പൊ നമുക്കൊരു $41 മീനെ കിട്ടിയിട്ടുണ്ട്. അവളുടെ മീനെ കണ്ടോ? അവളുടെ മീൻ വലിയ മീനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് നമ്മുടെ മീനെ നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളുള്ള ഗൈസ് 2 മീനുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മരം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പൈസ തരുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇവന്മാരെ ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടു, ഒരുത്തന് ഇവിടെയും അതേപോലെ ഒരുത്തൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്ക് ഒരു സെക്കൻഡിൽ $9, ഇവൻ നമുക്ക് എത്ര തരും? ഇവൻ നമുക്ക് $17. പക്ഷെ നമ്മൾ പിടിച്ചപ്പോ നല്ല പൈസ ഉണ്ടായില്ല ഗൈസ്. ഇപ്പൊ എന്താണ് പൈസ കുറഞ്ഞത്? എനിക്കറിയില്ല ഗൈസ്, ഐ ഡോണ്ട് നോ. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മുടെ പൈസ നമുക്ക് ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മുടെ $4K ഉണ്ട്. നമുക്ക് റോഡ് അല്ലെങ്കിൽ ബെയ്റ്റ് മേടിച്ചേക്കാം. നമുക്ക് ആദ്യമുള്ള ഗൈസ് നമുക്ക് റോഡ് മേടിച്ചേക്കാം. ഓക്കെ, ഫൈബർ ഗ്ലാസ് റോഡ്. ഗൈസ്, ഇതിന് $140K ആണ്. ഇപ്പൊ നമ്മുടെ ഒരു 4K ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ബൈറ്റ് മേടിക്കാം. ഗൈസ്, ഇവിടെ റിവർ ബൈറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നത് ഈ സ്റ്റാർട്ടർ ബൈറ്റ് ആണ്. നമുക്ക് ഇതാണ് ഗൈസ് മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ മേടിക്കേണ്ട. ഇപ്പൊ നമ്മുടെ ഒരു 3 സ്റ്റാർട്ടർ ബൈറ്റ് ഉണ്ട്. ഇത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. ഇവനും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവന്മാരൊക്കെ ഉള്ള ഗൈസ് അത്ര പൈസ ഒന്നും തരില്ല. സുന്ദരനുള്ള മീനുകളൊക്കെ നല്ല പൈസ തരും ഗൈസ്. അപ്പൊ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഏതാണ് ഗൈസ് മീൻ? ഇത് നമുക്ക് കിട്ടാത്ത മീനാണ് ഗൈസ്. ഇവനും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ബൈറ്റും കൂടി ഉണ്ട്. ഇതും കൂടി ഞാനൊന്ന് ഇട്ട് മീനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ്, $12 മീനോ? പക്ഷെ ഇവനെ കണ്ടിട്ട് അത്ര വിലയൊന്നും ഇല്ലാത്ത പോലെ. സുന്ദര, നീ എങ്ങനെയാണോ ഇവനൊക്കെ പൊന്തിച്ചോണ്ടിരുന്നത്? അതൊക്കെ ഞാൻ പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരനാണ്, നിനക്കറിയില്ലേ? നീ നിന്റെ ചേണ്ട പോലെ തന്നെ ഡയലോഗ് അടിക്ക് ഒരു കുറവില്ല. ഇവൻ നമുക്ക് ഒത്തിരി പൈസ തരും. എത്ര തരും സുന്ദര? ഇവൻ $500 തരും. എന്ത്? ഞാൻ കള്ളം പറയണതല്ല, ഞാൻ സത്യം പറഞ്ഞതാ. ഞാൻ പോവാ. കണ്ടോ, സുന്ദരൻ അത്യാവശ്യം അടിപൊളി മീനുകളെ പിടിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഒരു പുതിയൊരു ഫിഷ് റോഡ് മേടിച്ചാലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ നിന്ന് റിവർ ബൈറ്റ് മേടിക്കാനാണ് പറഞ്ഞേക്കണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് ഒരു 2 റിവർ ബൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ 3 മീനുകളുണ്ട് ഗൈസ്. കണ്ടു, അപ്പൊ ഈ മരം ഞാനൊന്ന് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇട്ടെ. ഗൈസ്, അങ്ങനെ 3 പേര് ഞാൻ അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത് ലൈക്ക് അടിക്കാത്ത കൂട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചേക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഈ കുളത്തിൽ നിന്ന് വലിയ വലിയ മീനുകളെ പിടിക്കണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സബ് ചെയ്യട്ടെ ഗൈസ്. സബ് ചെയ്താലും പോവല്ലേ. അപ്പൊ ഇനി നമ്മളോട് ഒരു 5 ഫിഷിനെ റിവർ ബൈറ്റ് വെച്ച് പിടിക്കാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നിൽക്കാം ഗൈസ്. ഇവിടെ ഒന്ന് നിൽക്കാം. ഇവിടെയാണ് നമ്മളോട് നിൽക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ 2 റിവർ ബൈറ്റ് ഉണ്ട്. ഇതിട്ടൊന്ന് ഞാൻ പിടിച്ചു നോക്കട്ടെ. ചിലപ്പോ നമുക്ക് നല്ല ഗൈസ് ഇത് കണ്ടോ, 136 തന്നെ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് കൊള്ളാം. പക്ഷെ ഇവന്മാര് തിരിച്ചു വലിക്കുന്നുണ്ട്. കണ്ടോ, പക്ഷെ ഇവന്മാരെ നമ്മൾ പിടിച്ചിരിക്കട്ടെ ഗൈസ്. ഗൈസ് കണ്ടു ഗൈസ്, ഇവൻ എന്ത് വലിയ മീനാണെന്ന് നോക്കിയേ. അപ്പൊ ഇനി നമ്മളോട് ഒരു ബൈറ്റും കൂടി ഉണ്ട്. ഇതിനും കൂടി ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. എന്തോ ലയൺ ഫിഷ് ആണോ ഗൈസ് അത്? അതെ ഗൈസ്, കണ്ടിട്ട് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവനെ പിടിച്ചു വലിച്ചെടുത്തേക്കാം. അതെ ഗൈസ്, ഇത് ലയൺ ഫിഷ് ആണ്. ഇവന് നല്ല പൈസ വരുന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. അപ്പൊ ഇപ്പൊ ഞാനെന്തായാലും നമ്മൾ പിടിച്ച 2 മീനുകളൊന്ന് കൊണ്ടിട്ടെ. ഗൈസ് കണ്ടോ, ലയൺ ഫിഷ് നമുക്ക് 107 വെച്ച് തരും. അതേപോലെ വേറെ മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ടായില്ല ഗൈസ്. എവിടെ? ഗൈസ്, ഇവനാണ്. ഇവൻ നമുക്ക് 71 വെച്ച് തരും. അപ്പൊ ഇപ്പൊ നമ്മുടെ മൊത്തം $36K. അത് അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഒരു 3 ബൈറ്റും കൂടി മേടിക്കണം. ലെസ് ഗൈസ് 3 ബൈറ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 3 മീനുകൾ പിടിച്ചിട്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. ആടെ സുന്ദരം നല്ല മീനുകളൊക്കെ കിട്ടുന്നുണ്ട്.
നിനക്കോ സുന്ദര? എനിക്കും കിട്ടുന്നുണ്ട് ടോയ്സ് നല്ല വലിയ വലിയ മീനുകള്. ഗൈസ് നമുക്ക് $150 ഒരു മീൻ ബൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവനൊന്ന് പിടിച്ചു നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കേ ഗൈസ്. ഗൈസ് ടോയ്സ് എനിക്ക് ഈ മീൻ കിട്ടിയോ? ഇവനാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഇവൻ അടിപൊളി മീനാണ് ടോയ്സ്, നല്ല ടേസ്റ്റാ. എടാ സുന്ദര, നീ അപ്പയ്ക്ക് ഇതിനെ കറി വെച്ച് തിന്നോ? അതൊക്കെ തിന്നു ടോയ്സ്, നല്ല ടേസ്റ്റ് ടോയ്സ്, നല്ല ടേസ്റ്റാ. എടാ നിനക്ക് മീനെ വേണോ? വേണ്ടടി മോളെ വേണ്ട. ടോയ്സ് ഇവളാള് ശരിയല്ല ടോയ്സ്, ഇവളെടുത്ത് മാറി നിൽക്ക്. എന്താണ് സുന്ദര? എനിക്ക് അവളെ തീരെ പിടിക്കില്ല ടോയ്സ്. ഞാനെന്തായാലും പോയിട്ട് കുറച്ച് ബൈറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബൈറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ബൈറ്റ് മേടിച്ചേക്കാം. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ഓഷ്യൻ ബൈറ്റ് മേടിച്ചേക്കാം. ഇതിന് $8K ആണ്. അത് മാത്രമല്ല ഗൈസ്, ഇതിന് റെക്കമെൻഡഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20+ ആണ്. അപ്പൊ ഈ ബൈറ്റ് ഇട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് $556 ഫിഷ്. ഗൈസ് ഇവനെ കിട്ടുന്നു തോന്നില്ല. ഞാൻ എന്തായാലും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനെ നമുക്ക് കിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ആ ബൈറ്റ് മേടിച്ചിട്ട് കാലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് മാക്സിമം ഞാൻ റിവർ ബൈറ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞാൻ 10 റിവർ ബൈറ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇവിടെ എല്ലാ മീനുകളും പിടിക്കാനുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ഒരു 10 മീനുകൾ പിടിക്കട്ടെ. ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത മീനാണ് കിട്ടിക്കുന്നത്. $169 വെച്ച് തരുന്നത്. ഓക്കെ, ഇവനെ ഞാൻ എന്തായാലും പിടിച്ചൊന്ന് കയ്യിൽ വെക്കട്ടെ ഗൈസ്. ഇവനെ നമുക്ക് നേരത്തെ കിട്ടിയ മീനാണെന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, ഇവനെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പൊ ഞാൻ ഇതുവരെ കിട്ടാത്ത മീനുകൾ കിട്ടുമോ നോക്കട്ടെ. ഗൈസ് ഇത് പുതിയ ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കി നോക്കട്ടെ. ഗൈസ് ഇത് പുതിയ ഫിഷ് ആണ്. ഇവൻ 6.51 kg ആണ് ഗൈസ്. അപ്പൊ ഇവൻ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഫിഷ് ടാങ്കിൽ ഇടാം, അതാണ് നല്ലത്. ഗൈസ് സുന്ദരം നോക്കിയേ, വെള്ളത്തിൽ ഇറങ്ങിയത് മീനെ പിടിക്കണത്. എടാ സുന്ദരം, നിനക്കെന്ത് പറ്റി? നീ എന്താണ് വെള്ളത്തിൽ ഇറങ്ങി മീനെ പിടിക്കണത്? അത് ടോയ്സ് എന്റെ ചൂണ്ടയിൽ ഒരു വലിയൊരു മീൻ കുടുങ്ങി. പക്ഷെ അവൻ പോയി ടോയ്സ്. അപ്പൊ അവനെ ചാടി പിടിക്കാന്ന് വെച്ചിറങ്ങിയതാ. എന്നിട്ട് കിട്ടിയവനെ? ആ ടോയ്സ് കിട്ടി, കണ്ടു. സുന്ദരം കൊള്ളാലോ. അത് ടോയ്സ് ഇവർ റെയറാണ്, അതുകൊണ്ടല്ലേ ചാടി പിടിച്ചേ. എന്നാ ശരി ടോയ്സ്, ഞാൻ ഇവനെ അക്കുറത്തിൽ കൊണ്ടുവരട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഒരു 5 ബൈറ്റും കൂടി ഉണ്ട്. ഇതിനും കൂടി ഞാനൊന്ന് മീൻ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാം. ഇപ്രാവശ്യം ഇതൊരു കോമൺ ഫിഷിനാണ് കിട്ടിക്കുന്നത്. ഗൈസ് ഇത് കാറ്റ് ഫിഷ് ആണോ? അല്ല ഗൈസ്, കാറ്റ് ഫിഷ് അല്ല, അതേപോലത്തെ വേറെ ഏതൊരു ഫിഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 4 ബൈറ്റും കൂടി ഉണ്ട്. ഇതിനും കൂടി ഞാൻ മീൻ പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ബൈറ്റ് ആണ്. ഇപ്രാവശ്യം നമുക്ക് ഏത് മീൻ കിട്ടും നോക്കാം. ഏത് കിട്ടും? നല്ല മീൻ കിട്ടിയാൽ മതി. ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് കിട്ടിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ഇതുവരെ കിട്ടാത്ത മീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവനെ പിടിച്ചു നോക്കാം. ഏത് മീനാ നോക്കട്ടെ ഗൈസ്. ഗൈസ് കണ്ടോ, നമുക്കൊരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇവന്റെ കളർ കൊള്ളാലോ. ഇവന്റെ പോലത്തെ മീൻ എന്റെ കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭംഗിയില്ല ടോയ്സ്. ഇത് വേണം സുന്ദരക്ക്? വേണം ടോയ്സ്. തേരില്ലേ സുന്ദര? എന്ത്? നീ പിന്നെ എന്തിനാണ് വേണമെന്ന് ചോദിച്ചേ? ഞാൻ ഇനി നീയായിട്ട് കൂട്ടില്ല. ഗൈസ് സുന്ദര പണിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അവൻ കുറച്ചു കഴിയുമ്പോ തന്നെ വന്നോളും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മീനെ നമ്മുടെ ഫിഷ് ടാങ്കിൽ കൊണ്ടിടാം. ഇപ്പൊ കണ്ട ഗൈസ്, നമ്മുടെ മൊത്തം 9 മീനുകളുണ്ട്. അപ്പൊ ഇവന്മാരെ ഞാൻ കൊണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഒന്ന് ഇട്ടെ. ഗൈസ് കണ്ടു. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര വെച്ച് കിട്ടും? 300K. അത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് നമുക്ക് പുതിയൊരു റോഡ് മേടിച്ചേക്കാം. ഗൈസ് അങ്ങനെ ഞാൻ ഫിബർ ഗ്ലാസ് റോഡ് അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത് സ്റ്റീൽ റോഡാണ്. ഇത് നമുക്ക് $7.5 million ആണ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ്, ഇനി നമുക്ക് ഓഷ്യൻ ബൈറ്റ് മേടിക്കാം. ഓക്കെ, 2 ഓഷ്യൻ ബൈറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീനെ മേടിച്ചു നോക്കാം. ഇതിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്, നല്ല മീനുകളെ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഏത് കിട്ടും ഗൈസ്? 241. ഇവനെ പിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്നും കൂടി അറിഞ്ഞു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യമുള്ള ഗൈസ് നമുക്ക് 500 മീനാണ് കിട്ടിയത്. അവനെ പിടിക്കാൻ ഇത്തിരി പ്രശ്നമായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു റോഡ് മേടിച്ചില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ എന്തായാലും പിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 2 മീനുകൾ ഇവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ ഓഷ്യൻ ബൈറ്റ് ഒരു മാക്സിമം മേടിക്കട്ടെ ഗൈസ്. ഓക്കെ, ഓഷ്യൻ ബൈറ്റ് ഞാൻ അങ്ങനെ അപ്പൊ എന്റെ ഉള്ള എല്ലാ പൈസയും ഞാൻ അങ്ങനെ ഓഷ്യൻ ബൈറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടിടാം. ഇവിടെ ആകുമ്പോൾ നല്ല തണലാണ്. അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ പെട്ടെന്ന് കൊടുത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത്? അത് നിന്നോട് ആരും പറഞ്ഞിട്ടേ? അതാരും പറഞ്ഞല്ലോ സുന്ദര, അതാണ് മിത്ത്. എന്ത്? എന്നാ ഞാനും പിടിക്കാൻ കൂടാ. ഓക്കെ സുന്ദര, നമുക്ക് ഒരുമിച്ച് പിടിക്കാം. അപ്പൊ നമ്മുടെ 19 ഓഷ്യൻ ബൈറ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് വലിയ മീനുകൾ പിടിക്കാട്ടെ ഗൈസ്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു അത്യാവശ്യം അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത്. നിന്റെ വലിയ മീനാണല്ലോ, എന്റെ കുഞ്ഞു മീനാ. നിന്നേക്കാളും വലിയ മീനെ ഞാൻ ഇപ്പൊ പിടിക്കും, നോക്കിക്കോ. ഗൈസ് ഇത് കണ്ടോ, 1.26K മീൻ. ഇവനെ കിട്ടോ ഗൈസ്? കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്ത് വലിയ മീനാന്ന് നോക്കി ഗൈസ്. അവനെ കിട്ടുന്ന എനിക്ക് തോന്നില്ല. നമുക്ക് നല്ല റോഡ് വേണം ഗൈസ് അവനെ പിടിക്കാനായിട്ട്. അപ്പൊ ഞാൻ അവനെ എന്തായാലും വിട്ടയച്ചിട്ടുണ്ട്. നമുക്കുള്ള ഗൈസ് നല്ലൊരു റോഡ് വാങ്ങിയിട്ട് അവനെ പിടിക്കാം. എന്നാലാണ് അവനെ പിടിക്കാൻ തന്നെ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇത് അരാപ്പൈമയല്ലേ, അങ്ങനെ എന്തോ പേര് പറയട്ടെ ഗൈസ്. ഈ മീനെ ഞാൻ എവിടെയോ നല്ല കണ്ടുപരിചയുണ്ട്. എന്തായാലും അവനെ കിട്ടിയ നന്നായി. അവൻ നമ്മുടെ ഫിഷ് ടാങ്കിലോട്ട് ഇട്ടേക്കാം. ഗൈസ് ഇത് കണ്ടോ, ഇത് അടിപൊളി ഫിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവനെ കിട്ടോ ഗൈസ്? കിട്ടും. കിട്ടിയാ മതിയായിരുന്നു ഗൈസ്, കിട്ടിയാ മതിയായിരുന്നു. ഇപ്പൊ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അവനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ,
ആടെ സുന്ദര കിട്ടി. ഊന്നോ ടോയ്സി, ഇവനെ പിടിക്കാൻ ഞാൻ എന്തോരം പാടുപെട്ടുന്നറിയോ? ഇവൻ കാരണം എന്റെ ഒരു ചൂണ്ട പൊട്ടിപ്പോയി അറിയോ? അവനെ എനിക്ക് തരാം ടോയ്സി. ആടെ നാളെ തരാം. ടോയ്സി പോലെ ടോയ്സി എനിക്ക് വേണം. ടോയ്സി താത്താ. ഇല്ലട സുന്ദര, ഇവൻ എനിക്ക് വേണം. ഊന്നോ, നീ അതിനെ അക്കുറത്തിൽ ഇട്ടോല്ലേ? എനിക്ക് വേണം ടോയ്സി അവനെ. ഇനിയിപ്പോ അത് എടുക്കാൻ പറ്റില്ല സുന്ദര. എനിക്കറിയാം ടോയ്സി, നീ എന്നെ പറ്റിച്ചതാന്ന്. ഞാൻ കാണിച്ചു ടോയ്സി, നിന്റെ അക്കുറത്തിനേക്കാളും വലിയ മീനും ഞാൻ പിടിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ബാലൻസ് 14 ബൈറ്റും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനും കൂടി ഒന്ന് മീൻ പിടിക്കട്ടെ ഗൈസ്. വീണ്ടും നമുക്ക് മറ്റോനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ നമുക്ക് എന്തായാലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതെ ഗൈസ്, അവൻ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബൈറ്റ് ഇട്ടോക്കാം ഗൈസ്. ഇതൊക്കെ ഏതാണ് മീൻ? ഇവനൊന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനൊക്കെ നല്ല സ്ട്രെങ്ത് ആണ് ഗൈസ്. കണ്ടു, 47 സ്ട്രെങ്ത് ആണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് പുതിയ റോഡ് മേടിച്ചാലാണ് അവനൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പുതിയ റോഡ് മേടിക്കാനായിട്ട് നമുക്ക് $7 മില്യൺ വേണം. അതാണ് ഗൈസ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് പിടിക്കാൻ പറ്റുന്ന മീനുകളൊക്കെ ഈ റോഡ് വെച്ചിട്ട് പിടിക്കട്ടെ ഗൈസ്. ഗൈസ് കണ്ടു, $2.81K ഫിഷ്. ഇവനൊക്കെ നമ്മൾ പിടിക്കട്ടെ ഗൈസ്. പക്ഷെ ഇപ്പഴല്ല, നമുക്ക് ആദ്യം തന്നെ ആ റോഡാണ് മേടിക്കേണ്ടത്. ഓക്കെ, അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ബൈറ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും നല്ല സാധനത്തിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മോനെ, ഇത് കണ്ടു ഗൈസ്, എന്ത് വലിയ മീനാ നോക്കിയേ. ഇത് സ്രാവാണോ? അതെ ഗൈസ്, ഇത് ലെജൻഡറി ഫിഷ് ആണ്. ഇതിന് 413 ഗൈസ് സ്ട്രെങ്ത്. ഇവനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. പക്ഷെ ഗൈസ്, അവൻ നമ്മുടെ ഇത് മിസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനി അവന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ നമ്മൾ പിടിച്ച മീനുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യട്ടെ. ഗൈസ് കണ്ടു, ഇപ്പൊ നമ്മുടെ എന്തോ ഒരു മീനാ നോക്കിയേ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ $1.35 മില്യൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും പോരാട്ടെ ഗൈസ്, ഇതൊന്നും പോരാ. നമുക്ക് $7 മില്യൺ ആണ്, എന്നാലും നമുക്ക് ഇത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ബെയ്റ്റുകൾ മേടിച്ചിട്ട് നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് 100 ബെയ്റ്റ് ഇതൊന്ന് മേടിച്ചു നോക്കിയേക്കാം. പക്ഷെ ഗൈസ്, ഈ ബെയ്റ്റ് മേടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ റോഡാണ് മേടിക്കേണ്ടത്. ഗൈസ്, ഈ ബെയ്റ്റ് നോക്കാൻ നമുക്ക് നല്ല എപ്പിക് ഫിഷുകളാണ് കിട്ടിക്കൊണ്ടിരിക്കണത്. പക്ഷെ എന്ത് കാര്യം ഗൈസ്, ഒരു കാര്യമില്ല. നമുക്ക് എന്തായാലും ഈ ഓഷ്യൻ ബൈറ്റ് തന്നെ മേടിച്ചേക്കാം. ഓക്കെ, ഞാനൊരു 10 ഓഷ്യൻ ബൈറ്റ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് മൊത്തം മീനുകൾ പിടിക്കട്ടെ. ഗൈസ്, ഒരു റയർ ഫിഷ് ബെയ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേത് മീൻ നോക്കട്ടെ ഗൈസ്. ഇത് നമുക്ക് കിട്ടാത്ത മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. പിടിക്ക്. ഗൈസ്, അവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ് കണ്ടു, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവനെ കൊണ്ട് നമ്മുടെ ടാങ്കിൽ ഇട്ടേക്കാം. ഗൈസ്, അങ്ങനെ ഇപ്പൊ നമ്മുടെ ടാങ്കിലുള്ള ഗൈസ് മൊത്തം 43 മീനുകളായിട്ടുണ്ട്. നമുക്ക് 50 മീനുകൾ വരെയാണ് ഇതിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു മീനുകളൊക്കെ സെല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് $638K കളക്ട് ചെയ്തിട്ട് ഞാൻ പോയി കുറച്ച് മീനും കൂടി പിടിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ $7 മില്യൺ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പുതിയ റോഡ് മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, 7.5 മില്യൺ വേണല്ലേ. ഓക്കെ, 5 മില്യൺ ഒക്കെ ഇപ്പിയാവുന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പക്ക് നമുക്ക് 2-3 മീനും കൂടി പിടിച്ചേക്കാം. ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാത്ത മീനുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമുക്ക് ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. എടാ മിണ്ടാണ്ടിരിക്കുന്ന സുന്ദര. സുന്ദരൻ, അവ മിസ്സായിട്ടുണ്ട്. എന്താണ് സുന്ദര? ഇത് നോക്കിട്ടോ. സുന്ദര, നീ ഇവനെ പിടിച്ചോ? നീ പുതിയ റോഡ് മേടിച്ചു സുന്ദര? ഊയടാ സുന്ദര, നീ അത് മേടിച്ചല്ലേ? വെറുതെ അല്ല നിനക്ക് ഇങ്ങനെ വലിയ മീനുകളൊക്കെ കിട്ടണത്. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റീൽ റോഡ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് അത്യാവശ്യം നല്ല മീനുകളൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇവിടെ വന്ന് മീൻ പിടിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ സ്ട്രെങ്ത് കണ്ട ഗൈസ് 68 ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ മീനുകളും വരെ പിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് ഒരു നല്ല മീൻ വരുന്നവരെ ഒന്ന് ബെയ്റ്റ് ഇട്ട് നോക്കട്ടെ. അങ്ങനെ ഫൈനലി ഗൈസ് നമുക്ക് ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇതിന് നമുക്ക് കിട്ടിയതാണ്. ഇത് സ്രാവല്ലേ? കണ്ടോ? ഇവനക്ക് എത്ര പൈസ തരുന്നറിയോ? ഞാൻ പോട്ടെ ടോയ്സി, എനിക്ക് ഇവിടെ താങ്ങില്ല, എന്റെ കാലുറക്കണില്ല. ഞാൻ എന്റെ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടിട്ട് വരാം. ബൈ. സുന്ദരന് സ്രാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കും കിട്ടുന്ന എനിക്ക് തോന്നട്ടെ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഒരു 3 ബൈറ്റും കൂടി ഉണ്ട്. ഇതും കൂടി വെച്ചിട്ട് ഞാനൊന്ന് മീനെ പിടിച്ചു നോക്കട്ടെ ഗൈസ്. വീണ്ടും നമുക്ക് കോമൺ ഫിഷുകളാണ് കിട്ടുന്നത്. ഗൈസ്, ഇപ്രാവശ്യം നമുക്ക് ഒരു കിടിലൻ ഫിഷാണ് കിട്ടിയത്. കണ്ടോ ഗൈസ്? ഗൈസ്, സ്രാവ്. സുന്ദരന് കിട്ടിയ സ്രാവ്. ലെറ്റ്സ് ഗോ. ഇവന് കിട്ടുന്ന എനിക്ക് തോന്നട്ടെ ഗൈസ്. കിട്ടും. ഗൈസ് കണ്ടോ? സുന്ദര, ഇത് കണ്ടോ? നിനക്ക് അവനെ കിട്ടും ടോയ്സി. സുന്ദര കിട്ടി. ഇതിനേക്കാൾ വലിയ മീൻ പിടിക്കും നോക്കിക്കോ. ഗൈസ്, അങ്ങനെ നമ്മള് അത്യാവശ്യം അടിപൊളി മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ അക്വേറിയം. നോക്കി എന്ത് വലിയ മീനുകളാ നോക്കിയേ. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇതിനേക്കാളും വലിയ മീനുകളൊന്നും പിടിക്കാൻ പറ്റില്ല ഗൈസ്. അതിന് നമുക്ക് നമ്മുടെ ഈ കാർബൺ റോഡ് വേണം. ഇതിനാണെങ്കിലുള്ള ഗൈസ് $350 മില്യൺ ആണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഇപ്പോഴൊന്നും മേടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ആകെയുള്ള ഗൈസ് $21 മില്യൺ ഉള്ളൂ. ഇനി നമുക്ക് വേണം ഗൈസ് $330. നോ, ഇത് എപ്പിണ്ടാക്കാനാണ്? ഐ ഡോണ്ട് നോ ഗൈസ്, ഐ ഡോണ്ട് നോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സുന്ദരന്റെ ബേസിൽ ഒന്ന് പോയി നോക്കിയേക്കാം. സുന്ദരൻ അത്യാവശ്യം അടിപൊളി മീനുകളൊക്കെ പിടിച്ചതാണ് തോന്നുന്നത്. ഒന്നില്ല സുന്ദര, ഞാൻ നിന്റെ ആ കുറിയും കാണാൻ വന്നൊക്കെയായിരുന്നു. ഇത്ര വലിയ മീനുകളെ പിടിച്ചിട്ട്
എടാ സുന്ദര എന്റെ ഉണ്ട് ഇതേപോലത്തെ മീനുകൾ, അതുകൊണ്ടാണ് ഞാൻ അയ്യെന്ന് പറഞ്ഞത്. എവിടെ നോക്കട്ടെ, കാണിച്ചെന്നേ. ഗൈസ് അപ്പൊ ഞാനാണ് സുന്ദരനാണ് ജയിച്ചെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഞാൻ ഇനി നമ്മുടെ കാണിച്ചു തരാം. കണ്ടു, നിന്റെയും എന്റെയും ഒരേപോലത്തെ മീനുകളാണല്ലേ. അപ്പൊ നമ്മള് രണ്ടുപേരൊന്ന് ജയിച്ചല്ലേ? അതെടാ സുന്ദര, ഇന്ന് നമ്മൾ രണ്ടുപേരും ജയിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ.